ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ വരയുടെ പൂർണ്ണത പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ലോകത്തിന്റെ അനന്തതയിലേക്ക് നീണ്ട ചരിത്രമാണ് ഗോവിന്ദൻ ദീപ്തിയുടെ വരകൾക്കും വരികൾക്കുമുള്ളതെന്ന് പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് മദനൻ അഭിപ്രായപ്പെട്ടു. ചിത്രകാരനും കലാരംഗത്തും ഉൾപ്പെടെ പ്രമുഖനുമായ തൃക്കരിപ്പൂർ തങ്കയത്തെ ഗോവിന്ദൻ ദീപ്തിയുടെ നേർവര പുസ്തക പ്രകാശനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തങ്കയം നവജീവൻ ക്ലബ്, ഗ്രന്ഥാലയം, വനിതാവേദി എന്നിവ സംയുക്തമായി തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രമുഖ പുല്ലാങ്കുഴൽ വാദകൻ ജോൺസൺ പുഞ്ചക്കാട് ഒരുക്കിയ സംഗീതത്തിന്റെ അകമ്പടിയിൽ ആർട്ടിസ്റ്റ് മദനൻ ചിത്രം വരച്ച് പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് വെളിയിലും ഇന്ത്യയുടെ പല ഭാഗത്തും ഇന്ത്യക്ക് വെളിയിലൊക്കെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് യാത്രകളും വരകളുമാണ്. വെറുതെ പോയി ഇങ്ങനെ യാത്രയ്ക്ക് വണ്ടിക്ക് ബസ്സിന് പോയി രാത്രി ഒന്ന് തിരിച്ചു വരുന്ന രീതിയിലല്ല എൻ്റെ ഓരോ കാൽവെപ്പുകൾ. ഞാൻ പോകുന്നത് കണ്ണും കാതും തുറന്ന് കാലം വെളിച്ചം എൻ്റെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന തരത്തിൽ എപ്പോഴും യാത്ര കൊതിയുന്ന ഒരാളാണ് ഞാൻ. അവരുടെ മനുഷ്യന്റെ മുഖങ്ങൾ, മനുഷ്യന്റെ വസ്ത്രധാരണകൾ, മനുഷ്യന്റെ ഈഗോ എടുക്കുന്ന കണ്ണുകൾ, ഇതൊന്നും ഇല്ലാതെ ശാന്തമായി ഒന്നും അറിയാത്ത ആൾക്കാർ ഇതൊക്കെ നടന്നു ഇങ്ങനെയാണ് ഈ മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി.പി. ഭാസ്കര പൊതുവാൾ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ചിത്രകാരൻ എബിഎൻ ജോസഫ് പുസ്തകം ഏറ്റുവാങ്ങി. സാഹിത്യ നിരൂപകൻ ഇ.പി. രാജഗോപാലൻ പുസ്തക പരിചയം നടത്തി. ചലച്ചിത്ര നടന്മാരായ പി. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ഉണ്ണിരാജ് ചെറുവത്തൂർ, നവജീവൻ ക്ലബ് വൈസ് പ്രസിഡന്റ് ഇ. രാജേന്ദ്രൻ, പി. പൊതുവാൾ, രാജ്മോഹൻ നീലേശ്വരം, ഡോക്ടർ വി. മുസ്തഫ, വി. ദിനേശൻ, ഉദിനൂർ ബാലഗോപാലൻ, പി. സുമതി, പി. വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.